ഹരിശ്രീ ഗണപതയേ നമ. അവിഘ്നമസ്തു. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണ പരമാത്മനേ നമ. എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ വിനീതമായ പ്രണാമം. എല്ലാവർക്കും സമാധാനവും ശാന്തിയും ദൈവകൃപയും ഉണ്ടാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും രോഗശാന്തിയും എല്ലാ സുഖങ്ങളും ഉണ്ടാകണം. ഓം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. നമുക്ക് ഭാഗവത കീർത്തനം ചൊല്ലിയിട്ട് ഭാഗവതം വായിക്കാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കയ്യിൽ വരുന്നത് കൊണ്ട് ദിനങ്ങൾ കഴിക്കണം, ദിവസങ്ങൾ എതിർച്ചയാ കിട്ടുന്നത് കൊണ്ട് അനുഭവിക്കണം എന്നുവെച്ചാൽ എന്താ, ഫലത്തെ ആഗ്രഹിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യരുതെന്നാണ് അതിൽ പറയുന്നത്. എല്ലാ കർമ്മവും ചെയ്യാം, നേരെ കിട്ടുന്നതെല്ലാം എടുക്കുകയും ചെയ്യാം. ആഗ്രഹിച്ചുള്ള രീതി വേണ്ട. എന്താ കാരണം, നമുക്ക് കർമ്മഫലങ്ങളെല്ലാം ഒഴിഞ്ഞൊഴിഞ്ഞു പോകണം. കർമ്മങ്ങളുടെ ആഗ്രഹം വന്നാലാണിത്, അത് കടപ്പെട്ട് കിടക്കും. ആഗ്രഹം എടുക്കുമ്പം ആഗ്രഹം സാധിക്കാതിരുന്നാൽ അത് അവിടെ കിടന്നാൽ വീണ്ടും വീണ്ടും ജനിക്കേണ്ടി വരുന്നതുകൊണ്ടാണ് ആഗ്രഹമില്ലാതെ വേണം കർമ്മം ചെയ്യാനെന്ന് പറയുന്നത്. നമുക്ക് അടുത്ത കൊടിയ തപസ്സുകൾ ചെയ്ത്, 10ാമത്തെ കൊടിയ വലിയ വലിയ തപസ്സുകൾ ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ഓരോ കാര്യസാധ്യത്തിന് വേണ്ടിയിട്ട് ചിലരിങ്ങനെ പ്രാർത്ഥനയും വഴിപാടും തപസ്സുമായിട്ടിരിക്കും, പല പല ആഗ്രഹങ്ങൾക്ക് വേണ്ടി. എന്നാൽ അതിനൊന്നും മുക്തി കിട്ടുകയില്ല. ആഗ്രഹം ഉണ്ടെങ്കിൽ മുക്തിക്ക് എങ്ങനെ വരാം? നമുക്ക് ആഗ്രഹത്തിനുണ്ടല്ലേ ഈശ്വരനെ പ്രാർത്ഥിക്കുന്ന, അപ്പോൾ ഫലേച്ഛ കൂടാതെ യാതൊന്നിനും വേണ്ടി അല്ലാതെ ഭഗവാനെ മാത്രം മതി. പ്രേമമാകുന്ന ഭക്തിയിൽ ഭഗവാനിൽ മുഴുകണം. അങ്ങനെയുള്ളവർക്ക് മാത്രമേ മുക്തി ലഭിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഫലേച്ഛ കൂടാതെ ഭഗവാനെ ആര് ഭജിക്കാലും അവർക്ക് നിശ്ചയമായും മുക്തി സിദ്ധിക്കും. പിന്നെ 11ാമത്തത്, കോപം കൊണ്ട് ശപിക്കരുത് ആരും. ഇന്ന് ഒരുപാട് പേര് അതിഭയങ്കരമായ കോപം വരുമ്പോൾ അറിയാതെ തന്നെ കല് തുള്ളിയിട്ട് എല്ലാവരും ശപിക്കുന്നുണ്ട്. അതുകൊണ്ട് അങ്ങനെ പാടില്ല. ആരെയും ശപിച്ചുകൂടാ. ദേഷിച്ച് വരുമ്പോൾ ചിലർക്ക് അങ്ങനെ സംഭവമുണ്ട്. എല്ലാം ഈശ്വരമയമാണെന്ന് ഓർക്കണം. സുഖമായാലും ദുഃഖമായാലും അനുഭവിച്ച് കഴിഞ്ഞാൽ പിന്നെ എല്ലാം തുല്യമാണല്ലോ. അതുകൊണ്ട് കോപം വരുമ്പോൾ ആരെയും ശപിക്കാൻ പാടില്ല. 12ാമത്തെ, കൗതുകം ഒന്നിനുമില്ലിനി മഹതാം. ഭഗവത് ഭക്തന്മാരോടുകൂടി ഭഗവത് ഗുണകഥന ശ്രവണങ്ങൾ, ഭഗവാന്റെ കഥകൾ കേൾക്കുകയും പറയുകയും അതൊക്കെയാണ് വേണ്ടുന്നത്. അതായത് കഥ ഒന്നിലും ഭഗവാന്റെ കഥ കേൾക്കുന്നതല്ലാതെ ഒന്നിലും താല്പര്യമില്ല. മഹാത്മാക്കളായ ഭഗവത് ഭക്തന്മാരോടൊത്ത് ഭഗവാന്റെ ഗുണങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ മാത്രമേ രസം തോന്നുകയുള്ളൂ. ആർക്കാണ്? മഹാത്മാക്കൾക്ക്. മറ്റൊന്നിലും അവർക്ക് കൗതുകം ഉണ്ടാവില്ല. ഈ ലോകത്തുള്ള എന്ത് കണ്ടാലും അതിന് കൗതുകം തോന്നുകയില്ല. കാരണം ഭഗവാനോട് മാത്രമായിരിക്കും കൗതുകം. ഭക്തന്മാരങ്ങനെയാണ്. ഈ ലോകത്തിലെ ഒന്നിനോടും താല്പര്യം തോന്നുകയില്ല. അതിനുകൊണ്ടാണ് മഹാത്മാക്കളായ ഭക്തന്മാർക്ക് ഭഗവാന്റെ കഥകളും അത് കേൾക്കുക, പറയുക, പ്രാർത്ഥിക്കുക, ഇതൊക്കെയാണ് ഇഷ്ടം. അല്ലാതെ ഒന്നിലും താല്പര്യം, ഈ ലോക ചിന്തയിൽ ഒന്നും തന്നെ താല്പര്യം ഉണ്ടാകില്ല. മഹാത്മാക്കളായ ഭഗവത് ഭക്തന്മാരോടൊത്ത്, അതാണ് സജ്ജന സംസർഗം എന്ന് പറയുന്നത്. ആ ഭക്തന്മാരോടൊത്ത് ഭഗവാന്റെ ഗുണങ്ങൾ പറയുകയും കേൾക്കുകയും ചെയ്യുന്നതിൽ മാത്രമേ ഭക്തന്മാർക്ക് രസം തോന്നുകയുള്ളൂ. അല്ലാതെ ഈശ്വര കഥ അല്ലാതെ ഭഗവാനെ പ്രാർത്ഥിക്കുക അല്ലാതെ ഈ ലോകത്തുള്ള മറ്റു കാര്യങ്ങൾക്കൊന്നും തന്നെ രുചി ഉണ്ടാവുകയില്ല, താല്പര്യം ഉണ്ടാവുകയില്ല യഥാർത്ഥ ഭക്തന്മാർക്ക്. കരുണാകരനാം ശ്രീനാരായണൻ, അത് അങ്ങനെ വന്നാൽ, ഇതുപോലെ ഭഗവാനെ തന്നെ പ്രാർത്ഥിക്കുന്നതിന് കൗതുകം വന്നാൽ, അങ്ങനെ കരുണാനിധിയായ ഭഗവാൻ മോക്ഷം തരും. അതിന് ശ്രമിക്കാതെ 10,000 തവണ ജീവിച്ചു മരിച്ചു, അത് ജനിച്ചു മരിച്ചു. അതുകൊണ്ട് എന്താണ് പ്രയോജനം? ഭഗവാനെ തന്നെ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാതിരുന്നാൽ ഫലത്തിന് വേണ്ടിയിട്ടല്ല, കാര്യസാധനല്ലാതെ ഈശ്വരൻ തന്നെ വേണം. അല്ലാതെ നമ്മൾ എത്രമാത്രം സ്നേഹപ്രേമമാകുന്ന ഭക്തി ഇല്ലാതെ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടി ആഗ്രഹിച്ച് വന്നാൽ എന്ത് വരും? എത്രമാത്രം ജനിച്ചും മരിച്ചും വന്നാലും ഒരു ഫലവുമില്ല, ഒരു പ്രയോജനമില്ല. എപ്പോഴും മരിക്കാൻ ജനിക്കാം, എന്തെങ്കിലും ഫലമുണ്ടോ? മൃഗങ്ങളെപ്പോലെ തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഭഗവാനെ വേണമെങ്കിൽ ഈശ്വരനെ അത്രത്തോളം ധ്യാനിച്ച് ആഗ്രഹങ്ങളില്ലാതെ മോക്ഷത്തിന് വേണ്ടി പ്രേമമാകുന്ന ഭക്തിയിലും ഭഗവാന്റെ കഥ കേൾക്കുകയും അതൊക്കെയാണ് ആവശ്യം. പിന്നെ ബഹുജന്മാർജിത കർമ്മമായി ഒരുപാട് ജന്മങ്ങൾ, അതാണ് ബഹുജന്മാർജിത ഒരുപാട് ജന്മങ്ങൾ കൊണ്ട് ആർജിച്ച കർമ്മം, വളരെ അധികം ജന്മങ്ങൾ കൊണ്ട് നേടിയ കർമ്മങ്ങൾ, അനേക ജന്മങ്ങൾ കൊണ്ട് നേടിയ ഈ കർമ്മങ്ങൾ, അവരുടെ ഫലങ്ങളോ എത്രമാത്രം കൂടിയിരിക്കും? ഒരുപാട് ജന്മങ്ങൾ വരുമ്പോൾ അത്രത്തോളം കർമ്മഫലങ്ങൾ നമുക്ക്
കൂടിക്കൂടിയിരിക്കും. അതുകൊണ്ടാണ് അനേക ജന്മങ്ങൾ കൊണ്ട് നേടിയ കർമ്മങ്ങൾ അവയുടെ ഫലങ്ങളോടുകൂടി പൂർണ്ണമായി ഇതാ തിരുമുൽ കാഴ്ചയായി വയ്ക്കുന്നു. എന്തിനാ കാരണം? ഒന്നും നമ്മുടേതല്ല, എല്ലാം നമുക്ക് നമ്മുടെ കർമ്മഫലങ്ങളെല്ലാം ഭഗവാനിൽ സമർപ്പിക്കുക. അപ്പോഴെന്ത് വരും? ജനന മരണങ്ങളിൽ നിന്ന് മുക്തനാക്കി അങ്ങനെ ഭഗവാൻ നമ്മളെ രക്ഷിക്കും. സർവ്വതും ഭഗവാനിൽ അർപ്പിക്കണം. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലങ്ങളെല്ലാം നമുക്ക് ഒന്നും ആവശ്യമില്ല, അതെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്യുമ്പോൾ എല്ലാം ഭഗവാനിൽ അർപ്പിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ ഞാൻ പറയത്തില്ലേ, എല്ലാ ഭക്തന്മാരെയും എല്ലാ ഭക്തമക്കളെയും എല്ലാ ദൈവമക്കളെയും ഭഗവാനിൽ അർപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്താ? മക്കളെല്ലാവരും ഇത് കേൾക്കുകയും ഈ വചനങ്ങൾ ഉള്ള അറിവനുസരിച്ച് കേൾക്കുകയോ പറയുകയോ പ്രാർത്ഥിക്കുകയോ അതുപോലെ അവിടുത്തെ കമൻസുകളോ സ്നേഹങ്ങളോ ഇതെല്ലാം ആരുടെയാ? അതെല്ലാം ഈശ്വരൻ്റെയാ. ഞാനിത് പറയുന്നത് ഭഗവാന് അർപ്പിക്കുകയാണ്, അല്ല എനിക്കായിട്ടൊന്നും ചെയ്യല്ല. എനിക്ക് ഭഗവാന്റെ കർമ്മം, ഭഗവാന്റെ ഒരു ദാസി എന്നുള്ള നിലയിൽ ഭഗവാൻ എനിക്ക് അറിയാവുന്നത് മാത്രം, അല്ലാതെ പറ്റത്തില്ലല്ലോ. ഒന്നാമത് ഇതൊന്നും നന്നായി പഠിച്ചതൊന്നും അല്ല. അപ്പോൾ എന്തെങ്കിലും അല്പം ഒരു ഭഗവാനുള്ള സ്നേഹം ഭക്തി മാത്രമേ എന്നിലുള്ളൂ. അത് മറ്റുള്ളവർക്ക് കൊടുക്കുമ്പോൾ ആ ഭക്ത മക്കളിൽ നിന്നുണ്ടാകുന്ന ഒരു കമൻസ് അത് ഭഗവാന്റെയാണ്, അത് ഭഗവാനിൽ അർപ്പിക്കുന്നു. എല്ലാം ഭഗവാനിലും എല്ലാ ഭക്തമക്കളെയും ഈശ്വരനിൽ അർപ്പിക്കുന്നു എന്ന് പറയുന്നത് എന്താ? ഇത് മനസ്സിലാക്കുന്നത് കൊണ്ടാണ്. നമുക്കുള്ളതായിട്ട് യാതൊന്നും തന്നെ ഇല്ല. ഈ മക്കൾ കേൾക്കുന്നതും കേൾപ്പിക്കുന്നതും ഞാൻ പറയുന്നത് എല്ലാം ഈശ്വരനാണ് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ അതെല്ലാം ഈശ്വരാർപ്പണമല്ലേ? ഭഗവാനല്ലേ ഇതെല്ലാം ചെയ്യുന്നത്. നമ്മളെ കൊണ്ട് സാധ്യമാണോ ഇതൊന്നും? നമ്മൾ ഏത് കർമ്മങ്ങൾ ചെയ്താലും ഒന്നിനും നമ്മൾ ആളല്ല, നമുക്ക് സാധ്യമല്ല. ഈശ്വരനാണ് നമ്മളിരുന്ന് ചെയ്യിക്കുന്നത്. നമുക്ക് എപ്പോഴും അത് ചിന്ത വേണം. അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. എല്ലാവർക്കും നമസ്കാരം. നമുക്ക് നാമം ചൊല്ലാം. കൊടിയ തപസ്സുകൾ ചെയ്തോരോ ഫലം ഇച്ഛിച്ചിടുകിൽ മുക്തി വരാ ദൃഢം. അടിമലർ തൊഴുകിലോരിച്ചാഹീനം മുക്തന്മാരവർ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അഗമേ വിലസുക. നാരായണ ജയ. കോപം കൊണ്ട് ശപിക്കരുതാരും ഭഗവൻ മയമെന്നോർക്ക സമസ്തം. സുഖവും ദുഃഖവും അനുഭവകാലം പോയാൽ സമമിഹ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അഗമേ വിലസുക. നാരായണ ജയ. കൗതുകം ഒന്നിലും ഇല്ലിനി മഹതാം ഭഗവൽ ഭക്തന്മാരോടു കൂടി. ഭഗവൽ ഗുണകഥന ശ്രവണങ്ങൾ ഒഴിഞ്ഞൊരു നേരം. നാരായണ ജയ. കരുണാകരനാം ശ്രീനാരായണൻ അരുളിയിടും നിജ സായുജ്യത്തെ. ഒരു ഫലമുണ്ടോ 10,000 ഒരു ചന്തു പിറന്നാൽ. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അഗമേ വിലസുക. നാരായണ ജയ. ബഹുജന്മാർജിത കർമ്മമശേഷം തിരുമുൽ കാഴ്ച നിനക്കിഹ വച്ചേൻ. ജനിമരണങ്ങൾ എനിക്കിനി വേണ്ട, പരിപാലയമാം. നാരായണ ജയ നാരായണ ജയ നാരായണ ജയ നാരായണ ജയ വരദ ഹരേ കൃഷ്ണ. നാരായണ തവ പാദസരോജം അഗമേ വിലസുക. നാരായണ ജയ. നമുക്ക് ഭാഗവതം കഴിഞ്ഞ പ്രാവശ്യം ഋതുവർണ്ണനമാണ്, ഋതുക്കളെ കൊണ്ടുള്ള. ഈ 2 മാസം കഴിയുമ്പം വസന്തം ഗ്രീഷ്മം ശരത്ത് ഇങ്ങനെ ഓരോ ഋതുക്കൾ മാറി അതിനെപ്പറ്റിയാണ്
ഈ മഴക്കാലം വന്നപ്പോൾ ഭഗവാൻ കർമ്മങ്ങളെല്ലാം നന്നായി ചെയ്തു, മടി പിടിച്ചിരുന്നില്ല. അതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വായിച്ചത്. അതായത് നല്ല ഗുഹയ്ക്കകം പൊക്ക് കായും കനി നല്ല മൂലങ്ങളും ദധ്യോദനം എന്നിവ ഭക്ഷിച്ചു. മഴയാണെന്ന് കരുതി വീട്ടിലിരുന്നോ? എന്നത്തെയും കൂട്ട് തന്നെ ഭഗവാൻ ഇതെല്ലാം ചോറും തൈരും എല്ലാം കൊണ്ടുപോകുന്നു, ഗുഹയ്ക്കകത്തിരുന്ന് കഴിക്കുന്നു. പഴവർഗ്ഗങ്ങൾ, അവിടെയുള്ള കായും കനികളെല്ലാം ധാരാളം വൃന്ദാവനത്തിലുണ്ട്. ഇതെല്ലാം കഴിക്കുന്നു. എന്നിട്ടോ തൃപ്തരായി അവരെല്ലാവരും ഭക്ഷിക്കുന്നു. എന്നിട്ട് ശിഷയാ ചെന്ന് നിർജ്ജരവാരിൽ, അതായത് അരുവിയിൽ കൈകൊക്കെ പോയി കഴുകി. വൃന്ദാവനം വർഷകാലേ, ഈ വൃന്ദാവനത്തിൽ വർഷകാലത്തിൽ ഭഗവാൻ ജഗൽപതി തന്നെ വഴിപോലെ പൂജിച്ചു തോഷിച്ചു. എന്താ, എല്ലാം വഴിപോലെ തന്നെ എപ്പോഴും ചെയ്യുന്നത് പോലെ തന്നെ ഭഗവാൻ കൃത്യനിഷ്ഠയോടുകൂടി തന്നെ ചെയ്തു. ഇങ്ങനെ കാനന ശോഭകൾ കണ്ടവർ മങ്ങാതെ സായാഹ്നകാലം വരുമ്പോൾ വൈകുന്നേരം ആകുമ്പോൾ ദിനം പ്രതി വ്രതത്തിലേക്ക് വൃന്ദാവനത്തിൽ പോകുന്നു, കാര്യങ്ങളെല്ലാം നോക്കുന്നു. പിന്നെ തിരിച്ച് വൈകുന്നേരം സായാഹ്നം സന്ധ്യയാകുമ്പോൾ വ്രതത്തിലേക്ക്, ഗൃഹത്തിലേക്ക് പിന്നെയും ഇങ്ങനെ കാനനെ ചെന്നു പോന്നും വർഷകാലം കഴിഞ്ഞു. അത് കാനനത്തിലേക്ക് രാവിലെ പോകുന്നു, വൈകുന്നേരം ആകുമ്പം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അവർ ഗൃഹത്തിലേക്ക് പോകുന്നു. എന്തെങ്കിലും തടസ്സമുണ്ടോ? മഴയാണെന്ന് കരുതിയോ, ചൂട് കൂടിയെന്ന് കരുതിയോ, എന്തെങ്കിലും മുടക്കമുണ്ടോ? ഇത് നമുക്കൊരു പാഠമാണെന്ന് ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ? അതുപോലെ തന്നെയാണ്, അതിൻ്റെ ബാക്കി തന്നെയാണ് ഇവിടെ വേണുഗാന നിരൂപണം ഇനി വായിക്കാനുള്ളത്. അത് നമുക്ക് കണ്ടു വായിക്കാം. ഇതിൽ വലിയ അർത്ഥങ്ങളൊന്നുമില്ല. അതിനെപ്പറ്റി തന്നെ ഉള്ള കാര്യങ്ങൾ, ഭഗവാൻ ഇവിടെ നടത്തുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അതിൻ്റെ യഥാർത്ഥമായ അർത്ഥം പറയാനൊന്നും വലുതായിട്ടില്ല. വേണുഗാന നിരൂപണം. കാരണമാം പരബ്രഹ്മ പ്രകാശത്തിൽ ആരോപഭൂത ചരാചര ലോകങ്ങൾ കാരണകാര്യമായി തോന്നിച്ചിരിപ്പതു നേരെ പരമാർത്ഥം ഓർത്തറിയുന്നേരം ആകാശമാർഗത്തുളവായി മേവുന്ന മേഘങ്ങൾ പോലെ ജഗൽ ശരീരാദികൾ നേരല്ലിവ നശ്യം എത്രയും നാസ്തിയാം. ഈ അചരങ്ങളും ഈ കാരണങ്ങളെല്ലാം തോന്നിച്ചിരിപ്പത് നേരെ ഇതിൻ്റെ പരമാർത്ഥം മനസ്സിലാകുമ്പോൾ ആകാശമാർഗത്തുളവായി മേവുന്ന ഈ മേഘങ്ങൾ എന്താണ്? ഈ ജഗത് ശരീരാദികളെല്ലാം നേരല്ല, ഇതൊക്കെ സത്യമായതല്ല, ഇതൊക്കെ നശിക്കുന്നതാണ്. നാരായണൻ നിർമ്മലാത്മാ പരബ്രഹ്മം നിത്യയുദ്ധം വിചാരിച്ചു തെളിഞ്ഞുണർന്നു ഉത്തമയോഗി തൻ ചിത്തം. അതുപോലെ ചാരുതരമാം ശരൽക്കാലവും വന്നു, പാരം തെളിഞ്ഞു വിളങ്ങി ഗഗനവും. അപ്പോൾ ആ സമയം ശരൽക്കാലമായി. അപ്പം ആകാശങ്ങളെല്ലാം ഇതൊക്കെ നശ്വരമാണ്, നശിക്കുന്നതാണ്. എല്ലാം ഇങ്ങനെ വന്നും പോയി നിൽക്കുന്നതാണ്. ആകാശത്തിലെ മേഘങ്ങളെല്ലാം മാറി. ഇവിടെ നമ്മൾ എന്തൊക്കെ ഇവിടെ ഭൂമിയിലുണ്ടോ നശിക്കുന്നതല്ലേ വന്നും പോയി നിൽക്കുന്നത്. ജനന മരണങ്ങൾ എല്ലാം അങ്ങനെ തന്നെ. അതുകൊണ്ട് ഇവിടെ എന്തായി വന്നിപ്പോൾ എല്ലാം തെളിഞ്ഞു വിളങ്ങി ഗഗന ആകാശം. അത് മേഘം വന്നു, വർഷമേറ്റു, അതെല്ലാം മിന്നലും ഇടിയും മഴയെല്ലാം പോയി ആകാശം തെളിഞ്ഞു. ഇതാണ് ലോകത്തിൻ്റെ സ്വഭാവം. അതാണ് ഇതിൽ പറയുന്നത്. നമ്മളിത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ ലോകം അങ്ങനെയാണല്ലോ, എല്ലാം നിൽക്കുന്നതല്ല, നശിക്കുന്നതാണ്. വന്നും പോയും ഇരിക്കും. അതുപോലെയാണ് സർവ്വതും, എല്ലാ ജീവജാലങ്ങളും. അതുകൊണ്ട് ചാരുതരമാം ശരൽക്കാലവും വന്നു, പാരം തെളിഞ്ഞു വിളങ്ങി ഗഗനവും. താരങ്ങളോടും തെളിഞ്ഞിതു ചന്ദ്രനും, പാരം തെളിഞ്ഞു വിളങ്ങി ദിവാകരൻ. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വായിച്ചെന്താണ്? കാർമേഘം മൂടിക്കെട്ടിയപ്പോൾ ചന്ദ്രൻ്റെ പ്രകാശവും സൂര്യൻ്റെ പ്രകാശവും നക്ഷത്രങ്ങളുടെ പ്രകാശവും എല്ലാം മന്ദീഭവിച്ചു, മങ്ങിപ്പോയി. ഇപ്പം എന്താ? ഗഗനം തിളങ്ങി, അത് എല്ലാ കാർമേഘവും അടങ്ങി. അങ്ങനെ തെളിഞ്ഞപ്പോൾ എന്ത് വന്ന്? താരങ്ങളോടും നക്ഷത്രങ്ങളും ചന്ദ്രനും എല്ലാം തിളങ്ങി. ദിവാകരൻ സൂര്യനും എല്ലാം തെളിഞ്ഞു. മഴക്കാറ് മാറിയെങ്കിലേ തെളിഞ്ഞ് കാണാൻ പറ്റൂ. നാരായണൻ ഗോപപൈതങ്ങളോടൊത്ത് പാരം പ്രതി നടക്കുമ്പോൾ ഗഗനവും തോയമടങ്ങി നിലപ്പെട്ടിതന്നേരം തോയത ജന്തുക്കൾ ഏതും അറിഞ്ഞില്ല. ഭഗവാൻ ഗോപപൈതങ്ങളോടൊത്ത് വാരം പ്രതി ദിവസം പ്രതി നടക്കുമ്പോൾ ഭഗവാനും മുടക്കമില്ലല്ലോ. മഴയായാലെന്താ, ചൂടായാലെന്താ, എന്തായാലും ഭഗവാനും ഗോപന്മാർക്കും എല്ലാം പശുക്കളെയും കൊണ്ട് സ്ഥിരമായി വാരം പ്രതി നടത്തിയേ പറ്റൂ. ഗോപപൈതങ്ങളെയും കൊണ്ട് ദിനം പ്രതി നടന്നേ പറ്റൂ. അപ്പോഴെന്തോന്ന്? ഗഗനം ആകാശം തോയമടങ്ങി നിലപ്പെട്ട് തന്നേരം.
തോ തോയജ ജന്തുക്കൾ ഏതും അറിഞ്ഞില്ല. എന്താ ഇവിടെ ഇതൊക്കെ അടങ്ങി എന്നുള്ളതൊന്നും ഈ വെള്ളത്തിൽ കിടക്കുന്ന ജന്തുക്കൾ അറിയത്തില്ല. ഈ തവളയോ മത്സ്യങ്ങളാണ് അവരപ്പോഴും വെള്ളത്തിലാണല്ലോ. പെരുമഴ വന്നെന്നും പറഞ്ഞു അവർക്ക് വലിയ വെള്ളപ്പൊക്കം ഉണ്ടെന്നും അവർക്ക് അറിയുന്നില്ല. അതുകൊണ്ട് ഇവിടെ വാരം പറഞ്ഞ് നടക്കുമ്പോൾ ആകാശവും തോയമടങ്ങി നിലപ്പെട്ടിത് അന്നേരം തോയത ജന്തുക്കൾ ഏതും അറിഞ്ഞില്ല. വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞെന്നോ എല്ലാം മാറി മറിഞ്ഞെന്നോ വർഷം പോയെന്നൊന്നും അവർ വെള്ളത്തിൽ കിടക്കുന്നവർ അറിയുന്നെങ്ങനെ? അവരെപ്പോഴും വെള്ളത്തിലാണല്ലോ, അവർക്ക് പ്രത്യേകതയില്ലല്ലോ. നമുക്ക് ഭൂമി കരയ്ക്കുള്ളവർക്കേ അറിയാം, ആ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞ്, നദിയിലെ വെള്ളമൊക്കെ ഒന്ന് കുറഞ്ഞ് ഭൂമിയൊക്കെ ഒന്ന് വലിയ ചെളിയായതെല്ലാം ഒന്ന് മാറി നന്നായിക്കൊന്ന് ഉറച്ച് എല്ലാം നമുക്ക് കരയിൽ താമസിക്കുന്നവരെ അറിയുള്ളൂ. വെള്ളത്തിൽ കിടക്കുന്നവർക്ക് എപ്പോഴും മഴ വന്നാലും മഴ പോയാലും വെള്ളം വറ്റി ഉണക്ക് വരുമ്പോഴേ അറിയുള്ളൂ. ഇവിടെ അല്പം എല്ലാം ഒക്കെ അടങ്ങിയതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് ഇവരാരും ഈ വെള്ളത്തിൽ കിടക്കുന്ന ജന്തുക്കൾ മത്സ്യങ്ങളോ കിണ്ടനോ ഒന്നും അറിഞ്ഞില്ല. മായയാൽ ആയുസ് പോകുന്ന അതുപോലെ വായുവും മന്ദമായി വീയി തുടങ്ങിനാൻ. മായ കൊണ്ട് ആയുസ് എങ്ങനെയാ പോകുന്നത് അതുപോലെ കാറ്റ് മന്ദമായി വീയി തുടങ്ങി. വലിയ പെരുങ്കാറ്റൊക്കെ ഒന്ന് മാറ്റി പതുക്കെ സാധാരണ പോലെ. പങ്കങ്ങൾ പോയിട്ടുറച്ചതു മേദിനി പങ്കജമാതി കുസുമങ്ങൾ വർദ്ധിച്ച് നിർജ്ജരവാരികളേറ്റം കുറഞ്ഞ് അതിസ്വച്ഛമായി തൽക്കാരണേ ഗമിച്ചിടുന്നു. അപ്പോൾ പങ്കങ്ങൾ അഴുക്ക് എന്താ മേദിനിയിൽ എല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി. മഴ വന്നപ്പോൾ നന്നായി കുത്തിയെടുത്ത് പോകും, പുറമേയുള്ള അഴുക്കെല്ലാം പോകും, കുറച്ച് മണ്ണും ഒക്കെ തൊളിയെല്ലാം പോകും. അപ്പോൾ എന്ത് വന്ന് വൃത്തിയായി മേദിനി ഭൂമി. പങ്കങ്ങൾ അഴുക്കുകളെല്ലാം, കാരണം നന്നായി വെള്ളം ഒലിച്ചു പോകുമ്പോൾ ഭൂമി മൊത്തം വെടുപ്പാകും. ഒരു വർഷം കൊണ്ട് നടക്കുന്ന അഴുക്കും പൊടിയും എല്ലാം തേച്ച് മാച്ച് നന്നാക്കിയിട്ട് ഭൂമി നന്നായി വെളുപ്പിച്ചിടും. അതാണ് പങ്കങ്ങൾ. അഴുക്കുകൾ പോയിട്ട് ഉറച്ചതു മേദിനി, ചെളിയൊക്കെ ഒന്ന് പോയി ഉറച്ച്. എങ്ങനെയാ മഴ വന്നപ്പോൾ ഉറഞ്ഞു പാറ പോലെ കഠിനമായി കിടന്ന ഭൂമി മഴ വന്നപ്പോൾ എന്ത് വന്ന് ചെളിയായി, നല്ല പദമൊക്കെ വന്ന് കൃഷിക്കൊക്കെ നന്നായിരുന്നു. ഇപ്പോഴെന്ത് വന്നു, ശരൽക്കാലം വന്നപ്പോൾ അതൊക്കെ കുറച്ചൊക്കെ അടങ്ങി ഒതുങ്ങി പങ്കങ്ങൾ അഴുക്കൊക്കെ പോയി ഒന്ന് ഉറച്ച് മേദിനി ഭൂമി. പങ്കജമാതി കുസുമങ്ങൾ വർദ്ധിച്ചു, താമര ആമ്പൽ എന്നുള്ള പുഷ്പങ്ങളെല്ലാം വർദ്ധിച്ചു. നന്നായി തടാകങ്ങളെല്ലാം ഒന്ന് ശോഭയായി ഒന്ന് ഒതുങ്ങി, അതിന് വേണ്ടുന്ന രീതിയിലായി. അതിഭയങ്കരമായ വെള്ളപ്പൊക്കമൊക്കെ അങ്ങ് മാറി ഒന്ന് ഒതുങ്ങി. അപ്പോഴവിടെ പുഷ്പങ്ങളെല്ലാം വർദ്ധിച്ചു. നിർജ്ജരവാരികൾ ഏറ്റവും കുറഞ്ഞ് അതിസ്വച്ഛമായി തൽക്കാരണേ ഗമിച്ചിടുന്നു. നിർജ്ജരവാരി ഈ നദികളും തോടുകളൊക്കെ ഇങ്ങനെ അരുവികളെല്ലാം ഏറ്റവും വാരി വെള്ളം, വളരെ മഴക്കാലത്ത് ഭയങ്കര വെള്ളപ്പൊക്കമാണല്ലോ, അതൊന്ന് മാറി തിരിഞ്ഞ് ഒന്ന് കുറഞ്ഞു വരും. അതാണ് ഇവിടെ പറയുന്നത്. നിർജ്ജരവാരികൾ ഈ നദിയുടെ വെള്ളവും തോട്ടിലെ വെള്ളങ്ങളെല്ലാം വളരെ കൂടുതലുള്ളതെല്ലാം ഒന്ന് കുറഞ്ഞ് സ്വച്ഛമായി തൽക്കാരണേ ഗമിച്ചിടുന്ന. അവരെവിടെയാ ചെന്ന് അവസാനിക്കുന്നത്? അവർ സമുദ്രത്തിലാണല്ലോ ചെന്ന് ഒതുങ്ങുന്നത്. വെള്ളം എപ്പോൾ ചെന്നാലും ഒടുക്കം അവരുടെ കാരണം ഇവിടെ സമുദ്രമാണ്. അവിടേക്കെല്ലാം ഒഴുകി ചെന്നങ്ങ് കയറി. നമ്മുടെ കാരണം എവിടെയാണ്? മൂലം പരബ്രഹ്മത്തിലാണ്. അതുപോലെ വെള്ളത്തിൻ്റെ മൂലം എവിടെയാ? അത് സമുദ്രമാണ്. എവിടെ വീഴുന്ന വെള്ളം ഒഴുകി എവിടെ ചെന്നെത്തും? ഒടുക്കം സമുദ്രത്തിലാണ്. അതുകൊണ്ട് സ്വച്ഛമായി തൽക്കാരണേ, വെള്ളത്തിൻ്റെ കാരണത്തിൽ വെള്ളം എവിടെ ചെന്ന് ഗമിച്ചു? അത് നമുക്ക് മനസ്സിലാക്കണം സമുദ്രത്തിലാണെന്ന്. അത് നിർജ്ജരവാരി വെള്ളം, നദിയിലെല്ലാം വെള്ളം ഒന്ന് കുറഞ്ഞ്. എന്താ കാരണം? വെള്ളം എവിടേക്ക് പോയി? നദിയിൽ നിന്ന് വലിയ വെള്ളപ്പൊക്കമെല്ലാം സമുദ്രത്തിലേക്ക് അടങ്ങി സ്വച്ഛമായി തൽക്കാരണേ ഗമിച്ചിടുന്നു. സൂര്യകളേവരും നീതിവാക്യങ്ങളാൽ കാരണാത്മാവിൽ അടങ്ങുന്നതുപോലെ. സൂര്യകളെന്ന് വെച്ചാൽ വിദ്വാൻമാർ, നീതിവാക്യങ്ങളാൽ. വിദ്വാൻമാർക്ക് എന്താ അനീതിയൊന്നും ഇല്ല, അവരെപ്പോഴും നീതി കാര്യങ്ങളാണ്. അത് അങ്ങനെ വരുന്ന ഒരു ഭക്തന്, ഒരു വിദ്വാന്, ഒരു സന്യാസി അല്ലെങ്കിൽ മഹർഷി എന്നൊക്കെ പറയാം. വിദ്വാൻ എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ ഭക്തൻ. അവരെപ്പോഴും നീതിവാക്യങ്ങളെ അവരുടെ ഉള്ളിലുള്ളു. എപ്പോഴും ഭഗവത് കാര്യങ്ങളും നീതി കാര്യങ്ങളാണ്. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു? കാരണാത്മാവിൽ അടങ്ങുന്നത് പോലെ. നമ്മൾ ഒരു ഭക്തൻ യഥാർത്ഥ സ്ഥാനം, അതാണ് ഞാൻ നേരത്തെ പറയാം, വെള്ളം സമുദ്രത്തിൽ ചെന്നടങ്ങുന്നു. നദിയിലെ വെള്ളം ഭയങ്കര വെള്ളപ്പൊക്കം എല്ലാം എവിടേക്കാ അടങ്ങിയിട്ട് ഈ നദിയിലെ വെള്ളം കുറയുന്നത്? സമുദ്രത്തിലേക്ക്. അതുപോലെ ഒരു നീതിവാക്യങ്ങളാകുന്ന ഒരു വിദ്വാൻ എവിടെ അടങ്ങുന്നു? കാരണാത്മാവിൽ. നമ്മൾ എവിടുന്നാണ് വന്നത് അവിടേക്ക് തന്നെ അടങ്ങുന്നു. നമ്മളെ യഥാർത്ഥ കാരണത്തിൽ, അത് പരബ്രഹ്മ വസ്തുവിലാണ്. ആ പരബ്രഹ്മത്തിലേക്ക് അടങ്ങുന്നു. ഭൂതലം രാജാവു തന്നുടെ ശിക്ഷയാ ഭീതി ദസ്യുക്കളാൽ ഇല്ലാതെ പോലെയാം.
ഈ രാജാവ് ശിക്ഷ നന്നായി നടപ്പാക്കുവാണെങ്കിൽ എന്തുവരും? കള്ളന്മാരെ കൊണ്ട് നമുക്ക് ഭയം ഉണ്ടാകുകയില്ല. ശീതോ ഉഷ്ണ തുല്യം ശരൽക്കാലമാകയാൽ ചേതസി സൗഖ്യമായി സർവ്വജനങ്ങൾക്കും. അപ്പം ശീതവും ഉഷ്ണവും തുല്യമായി ശരൽക്കാലം ആയതുകൊണ്ട്. മറ്റതെന്തുവാ? ഭയങ്കര മഴ വന്നപ്പോൾ മഴ കൊണ്ട് അഭിഷേകം. കാരണം ഭൂമിയിൽ വെളിച്ചമില്ല, നക്ഷത്രങ്ങളുടെ തെളിച്ചമില്ല, സൂര്യൻ്റെ വെട്ടമില്ല, പിന്നെ ചന്ദ്രൻ്റെ വെട്ടമില്ല, അങ്ങനെയായിരുന്നു. എന്നാൽ അത് മാറി ശരൽക്കാലമായപ്പോൾ എന്ത് വന്നു? ശീതോ ഉഷ്ണ തുല്യം, തണുപ്പും ഉഷ്ണവും തുല്യമായിട്ട് വന്നു. അതിഭയങ്കരമായ ചൂടുമില്ല, അതിഭയങ്കരമായ തണുപ്പുമില്ല. അതുകൊണ്ട് ശരൽക്കാലത്ത് അങ്ങനെയാണ്. ഇതൊക്കെ നമുക്ക് പഠിക്കാൻ കൊള്ളാം. ശീതോ ഉഷ്ണതുല്യം ശരൽക്കാലമാകയാൽ ചേതസി, നമ്മുടെ മനസ്സിന് സൗഖ്യമായി സർവ്വജനങ്ങൾക്കും. അപ്പോൾ ഇതെല്ലാം ഈ ഭൂമിയിൽ ദൈവം, ആ ഈശ്വരനോടുള്ള സ്നേഹം നമുക്ക് വർദ്ധിക്കണം. ഇതൊക്കെ കേൾക്കുമ്പോൾ എല്ലാം ഇപ്പം പ്രകൃതി ശോഭിക്കുന്നുണ്ട്. കാരണം ജനങ്ങൾ അത്രമാത്രം തിന്മ പ്രവർത്തിക്കുന്നു. എന്നുവെച്ചാൽ ഒരു മനുഷ്യന് എന്തൊക്കെ ചെയ്യാൻ പറ്റാത്തത് അതൊക്കെ ചെയ്യുന്നത്. മനുഷ്യർക്ക് നീതിയില്ല, ന്യായമില്ല, ഭക്തിയില്ല, ഈശ്വരനോട് സ്നേഹമില്ല, മറ്റുള്ള ജീവജാലങ്ങളുടെ കരുണയില്ല, പക്ഷി മൃഗാദിയോടും വൃക്ഷലതാദിയോടും ഒന്നും ഒരു സ്നേഹമില്ലാത്ത ജനങ്ങൾ എങ്ങനെ ഈ പ്രകൃതി ഇത് കണ്ട് സഹിക്കും? അതുകൊണ്ട് ഇപ്പം പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നീതി കാര്യങ്ങളൊന്നും ഇപ്പം വിദ്വാൻമാർക്ക് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഇവിടെ ലോകം മൊത്തം നശിപ്പിക്കുന്ന രീതിയിലാണ് ജനങ്ങൾ. നമുക്ക് തന്നെ ഇത്ര അറിയാമത്ത പൊടി കുഞ്ഞുങ്ങൾക്കും വേണമെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും ഈ ഭൂമി കുലുക്കം എന്ന് പറയുന്നത്. നമ്മളൊന്ന് ചിന്തിക്കൂ, എവിടെയെല്ലാം കിടക്കുന്ന പാറയും സിമെൻറ്റ് എത്രമാത്രം വെയിറ്റുള്ള ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് ഒരു ടൗണിൽ കൊണ്ടങ്ങ് ഇട്ടിട്ട് 30, 40, 20 നില കെട്ടി വയ്ക്കും. ഇതിലെല്ലാം ജനങ്ങളുമാണ്. എന്ത് ഭാരമാണ് ആ ഭാഗം ചുമക്കുന്നതെന്ന് ആലോചിച്ച് നോക്ക്. എങ്ങനെ ഭൂമിക്ക് നമ്മുടെ ഒരു 2 കയ്യിലും ഒരുപോലെ വെയിറ്റ് എടുത്താൽ നമുക്ക് വിഷമമില്ല. ഒരു കയ്യിൽ തന്നെ വെയിറ്റ് തൂക്കി ഒരു 10 100 കിലോ വെയിറ്റ് നമ്മൾ താങ്ങി എപ്പോഴും എങ്ങും വെക്കാതെ കൊണ്ട് നമ്മുടെ ജീവിതകാലം മൊത്തം നടക്ക്. ഒരു വശം എങ്ങനെ ഇരിക്കും? ഇപ്പുറം പൊങ്ങിയിട്ട് മറ്റൊന്നും കിഴക്കും കുത്തി വീഴും. ഇത് ഏത് പൊടിക്കുഞ്ഞുങ്ങൾക്ക് അറിയാത്തത്? എവിടേക്കോ ഇങ്ങനെ ഭാരം വർദ്ധിച്ചു വരുന്നത്. എത്രമാത്രം ജനങ്ങൾ വർദ്ധിക്കുമ്പോൾ അവിടെല്ലാം ഫ്ലാറ്റുകൾ പൊങ്ങുന്നു. അപ്പോൾ അതിലെല്ലാം ജനങ്ങളും അവരുടെ കാറും ഇതെല്ലാം വെയിറ്റുള്ളതല്ലേ? ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്തല്ലേ കൊണ്ടുവയ്ക്കുന്നത്? പിന്നെ ഇവിടെ എല്ലാം ആഹാരങ്ങളോ അത് കിലോ കണക്കിനല്ലേ? ഇതെല്ലാം കൂടെ ഒരു ഭാഗത്ത് വെയിറ്റ് വരുമ്പോൾ നമുക്ക് നമ്മുടെ 2 കൈയുടെ ഇടത്തുവശവും വലത്തുവശത്തും ഒരേപോലെ ഭാരം വെച്ചാൽ അതോടെ ലംബമായി നിൽക്കും. ഒരു വശത്ത് വെയിറ്റ് ഇല്ലാതെ ഒരു ഭാഗത്ത് മാത്രമുള്ള വെയിറ്റ് എല്ലാവരും തൂക്കിയാൽ നമ്മൾ എങ്ങനെ നിൽക്കാൻ പറ്റും? എടുത്ത് പെട്ടെന്ന് അങ്ങോട്ട് മാറ്റി വയ്ക്കാമെങ്കിൽ പോട്ടെ. ഇതങ്ങനെയാണോ? ഉള്ള കാലവും ആ ഫ്ലാറ്റുകളെല്ലാം അവിടെ നിൽക്കുകയല്ലേ, ഈ ഭൂമി താങ്ങുമല്ലേ, അതിന് വെക്കുന്നതല്ലേ പറ്റൂ. അപ്പോഴാണ് ഇങ്ങനെയൊക്കെയുള്ള സംഭവം ഉണ്ടാവുന്നത്. അത് പ്രകൃതി അവർക്ക് വിളിച്ച് പറയാൻ പറ്റുമോ? ഇങ്ങനെയൊക്കെ തന്നാലും മനുഷ്യൻ പഠിക്കുകയില്ല. എന്നാലും ടൗൺ നോക്ക്, ഞാൻ ഇന്ന ടൗണിലേ ജീവിക്കൂ, എനിക്കും വേണം ഒരു ഫ്ലാറ്റ്. ബുദ്ധിയുള്ളവർ എന്ത് വേണം? ഇതെല്ലാം ഒഴിഞ്ഞു മാറി എവിടോട്ടെങ്കിലും ജീവൻ വേണമെങ്കിൽ പോക്കോണം. അത് എനിക്ക് പറയാനുള്ളത്. കാരണം എൻ്റെ അറിവ് വെച്ച് നോക്കുമ്പോൾ എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. നമുക്ക് ചിന്തിക്കാം, ഇങ്ങനെ ചിന്തിച്ചാൽ മതി. നമ്മളൊരു മനുഷ്യൻ, ഒരു ഭൂമിയാണെന്ന് കരുതുക. നമുക്ക് 4 വശങ്ങളുണ്ട്. ഫ്രണ്ടുണ്ട്, ബാക്കുണ്ട്, ലെഫ്റ്റും റൈറ്റും ഉണ്ട്. അല്ലെങ്കിൽ മുമ്പും പുറകും ഇടത്തും വലത്തും. ഏതെങ്കിലും ഒരു ഭാഗത്ത് കുറേ വെയിറ്റ് തൂങ്ങി കിടന്നാൽ നമ്മൾ എന്ത് ചെയ്യും? പുറവശത്താണ് തൂങ്ങിയാൽ നമ്മൾ മലന്ന് താഴേക്ക് വളഞ്ഞ് പോകും. ഫ്രണ്ടിലാണെങ്കിൽ തൂക്കുവാണെങ്കിലോ വെയിറ്റ് എല്ലാം കൂടെ കൂനി മുമ്പോട്ട് കൂനി പോകും. ഇടത്തുവശത്താണെങ്കിൽ ഇടത്തുവശം കൊണ്ട് താണിട്ട് വലത്തുവശം പൊങ്ങും. ഇതുപോലെയാണ് നമ്മുടെ ഭൂമിയിലും വെയിറ്റ് എല്ലാം കൂടെ എടുത്ത് ഒരു സ്ഥലത്ത് വെച്ചാൽ ഭൂമിക്ക് അത് താങ്ങാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ നടക്കുന്നത്. എൻ്റെ മണ്ടത്തരാണെന്ന് എങ്കിൽ ക്ഷമിക്കുക എല്ലാവരും. എനിക്കിങ്ങനെയൊക്കെ പറയാനറിയൂ. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ചിന്തിക്കുന്നത്. ആരും പറഞ്ഞു തരുന്നതല്ല, ഞാൻ തന്നെ സ്വന്തം ചിന്തിക്കുക. ഞാനിത് പറഞ്ഞപ്പോൾ ഇത് കേട്ടൊരാൾ പറഞ്ഞു, നീ എന്നാ ഇത് ഈ ചാനലിൽ കൂടെ ഇടാൻ, ആരെങ്കിലും എനിക്ക് നേരെ തല്ല് തരുമെന്ന്. ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും, അത്രയേ ഉള്ളൂ. എനിക്കതേ പറയാനുള്ളൂ. അതുപോലെയാണ് ഇന്ന് കാരണങ്ങൾ. നമ്മളിവിടെ അപ്പം ഒരു വിദ്വാൻ, നീതിവാക്യങ്ങളാൽ ഒരു സൂരികൾ, ഒരു ഭക്തൻ, ഒരു നീതിമാനും കാരണാത്മാവിൽ അടങ്ങുന്നത് പോലെയാണ് ഈ നിർജ്ജരവാരിയിലെ നദിയിലെ വെള്ളങ്ങളെല്ലാം ചെന്ന് കാരണത്തിൽ സമുദ്രത്തിൽ അടങ്ങുന്നു. നമ്മളെല്ലാ ഭക്തന്മാരും അവിടെ പോയി അടങ്ങുന്നു, നമ്മളും പരമാത്മാവിൽ അടങ്ങുന്നു. അതാണ് ഭൂതലം രാജാവ് തന്നുടെ ശിക്ഷയാ ഭീതി ദസ്യുക്കളാൽ ഇല്ലാതെ പോലെയും
ശീതോ അത് വായിച്ചായിരുന്നല്ലോ. ശീതോ ഉഷ്ണതുല്യം ശരൽക്കാലമാകയാൽ ചേതസി സൗഖ്യമായി സർവ്വജനങ്ങൾക്കും. അപ്പോൾ സൗഖ്യമായി ജനങ്ങൾക്ക്. അതിഭയങ്കരമായ പേമാരി വർഷം മാറി ശീതവും ഉഷ്ണവും സമമായി വന്നപ്പോൾ ജനങ്ങൾക്ക് സന്തോഷമായി സൗഖ്യമായി. മേദിനി വല്ലഭനാനന്ദ ചേതസാമോദേന രാമനോടും സഖന്മാരുമായി കാമതൻ ഗോകുലം മേച്ചു വൃന്ദാവനെ ആമോദമോട് കുഴൽ വിളിച്ചിടിനാൻ. ഭഗവാനും മോദേന സന്തോഷത്തോടുകൂടി രാമനോടും സഖന്മാരുമായി ആരാ? മേദിനി വല്ലഭൻ. ആ ഭൂമിയുടെ വല്ലഭൻ ആരാ? ഭഗവാൻ കൃഷ്ണൻ. ഭൂമിയുടെ നാഥനാണ് ഭഗവാൻ നാരായണൻ. ആ കൃഷ്ണൻ ആനന്ദ ചേതസ. ഭഗവാൻ വൃന്ദാവനത്തിൽ വന്നപ്പോൾ എല്ലാം മംഗളമായി. ഉണങ്ങിക്കിടക്കുന്ന തറ മേദിനി മൊത്തവും മഴ കൊണ്ട് കൃഷികളെല്ലാം നന്നായി, പുഷ്പങ്ങളും ധാന്യങ്ങളും എല്ലാം നന്നായി സമൃദ്ധിയായി. ഭഗവാന് സന്തോഷമായി. എന്നിട്ടോ മഴ മാറി ശരൽക്കാലമായപ്പോഴോ ഉഷ്ണവും ശീതവും തുല്യമായി മാറി. ജനങ്ങൾക്ക് അപ്പോഴും സന്തോഷം. നദികൾക്കും ഒന്ന് പേമാരി വന്ന വെള്ളപ്പൊക്കമൊക്കെ ഒന്ന് മാറി, ഒന്ന് ഒതുങ്ങി. വെള്ളമെല്ലാം കാരണത്തിൽ ചേർന്നു. എല്ലാവർക്കും സ്വച്ഛമായി. ഭഗവാൻ അപ്പോൾ മേദിനി വല്ലഭൻ. ഭഗവാൻ ഉള്ളത് കൊണ്ടാണ് ഈ ഭൂമി ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ എന്നാൽ ഇപ്പോൾ എല്ലാവരും കണ്ണടച്ചിരിക്കുകയാണെന്ന് എനിക്ക് പറയാൻ പറ്റും. അത്രമാത്രം ഭൂമിക്ക് നാശങ്ങളാണ്. എവിടെ നോക്കിയാലും എപ്പോഴും അതേ ഉള്ളു. 6 മാസം പോലും പോകുന്നതിന് മുമ്പ് തന്നെയാണ് പല പല വേദനകൾ, വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ഉണ്ടാകുന്നത് ഈ ലോകത്ത്. അതുകൊണ്ട് ഭഗവാൻ അന്ന് ആനന്ദ ചേതസനായിരുന്നു. എന്നാൽ ഇപ്പോൾ അത് പറയാൻ പറ്റുന്നില്ല. കാരണം പ്രാർത്ഥനയില്ല. ഒരുപാട് മൃഗങ്ങളുടെ പ്രാകദോഷം. എത്രമാത്രം മൃഗങ്ങളെയാണ് ദിവസേന അറുത്ത് കൊല്ലുന്നത്. ഇതെല്ലാം ഭക്ഷിക്കുന്ന മനുഷ്യരല്ലേ. ഈ മനുഷ്യർക്ക് പിന്നെ എങ്ങനെ ദുഃഖം ഇല്ലാതിരിക്കും? അനുഭവിക്കുമ്പോൾ എല്ലാവരും ഒന്നിച്ചല്ലേ. നന്മ ചെയ്യുന്നവരും തിന്മ ചെയ്യുന്നവരും എല്ലാവരും അനുഭവിക്കേണ്ടി വരും. അതാണ് കഷ്ടം. എന്നാലും ഇതിൻ്റെ കണക്കപ്പിള്ള എഴുതി ഇടുമല്ലോ. അവിടെ ചെല്ലുമ്പോൾ തരം തിരിക്കും. ചെയ്വന എന്ത് ചെയ്യുന്നു അവരെ തരംതിരിച്ച് മാറ്റും. കളകളെയെല്ലാം ഒരു സ്ഥലത്തേക്കാക്കും, നല്ല നെല്ലിനെ മറ്റു സ്ഥലത്തേക്കാക്കും. കളകൾ അപ്പോൾ കരയും, പല്ലുകടിയും ഒക്കെ ഉണ്ടാവും. എന്താ വെച്ചാൽ അവർ തനി നരകത്തിൽ ചെന്ന് കളകളെല്ലാം കൂടെ ചുട്ട് കരിക്കും ഭഗവാൻ. അവർ പല്ല് കടിക്കും. നിങ്ങൾ അങ്ങോട്ട് പോയി. അത് നല്ല നീതിമാന്മാരാണ് നല്ല വിത്ത്. ആ വിത്ത് അങ്ങോട്ട് മാറ്റും, നല്ല സ്ഥാനത്തേക്ക് മാറ്റും. ഈ ദുഷ്ടരായ കളകൾ, ആ കളകളെന്ന് പറയുന്നില്ല പാപികൾ, ഈ പാപികളെ തരംതിരിച്ച് മാറ്റി അവരെ നന്നായി ചുട്ടുകരിക്കും. ഇതാണ് ബൈബിൾ പറയുന്നത്. അതുപോലെ തന്നെയാണ് ഭാഗവതം. ഇതൊക്കെയാണ് അനുഭവങ്ങൾ. പക്ഷേ ഇവിടെ ഇപ്പം കാറ്റും മഴയും വന്നാൽ എല്ലാവർക്കും ഒന്നുമല്ലല്ലേ അനുഭവം. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവിടെ പാവപ്പെട്ടവനും നന്മ ചെയ്യുന്നവനും തിന്മ ചെയ്യുന്നവനും എല്ലാവരും അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭഗവാൻ അങ്ങനെയുള്ള ഒരു യഥാർത്ഥമായ ഒരു ദൈവ പൈതലിനെ അവിടെ പരമാത്മാവിലേക്ക് കാരണത്തിൽ തന്നെ ചേർക്കും. അവിടെ പല്ലുകടിയൊന്നും അവർക്കുണ്ടാവും. അവർക്ക് ആനന്ദമായിട്ട് തന്നെ ഇരിക്കും. ഈശ്വരൻ അവർ ചെയ്ത കർമ്മഫലം അതാണല്ലോ. നന്മ ചെയ്തവർ എപ്പോഴാലും നന്മയിലേക്ക് തന്നെ പോകും. അല്ലാതെ കളകളെ പോലെ പാപികളായ നരകക്കുഴിയിലേക്കൊന്നും ഭഗവാൻ വിടത്തില്ല. അതുകൊണ്ട് ഒന്നും ഭയക്കേണ്ട മക്കളെ. നന്നായി പ്രാർത്ഥിക്കുക. ഒരു വിഷമവും വേണ്ട. നമുക്ക് എവിടെയെങ്കിലും പരിഹരിക്കാം. അവിടെ ചെല്ലുമ്പോൾ പരമാത്മാവിൽ ലയിക്കുന്നതല്ലേ നല്ലത്. നല്ല ഈശ്വരനോട് ചേർന്ന് ലയിക്കാമല്ലോ. അതുകൊണ്ട് ചേതസി സൗഖ്യമായ സർവ്വജനങ്ങൾക്കും എല്ലാവർക്കും അന്നത്തെ കാലം സൗഖ്യമുണ്ട്. പക്ഷേ ഇന്നത് പറയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ഇത് മനസ്സിലാക്കിയിട്ട് നന്നായി പ്രാർത്ഥിക്കുക. മറ്റുള്ളവർക്കൂടെ പറഞ്ഞു കൊടുക്കുക. മേദിനി വല്ലഭൻ ആനന്ദ ചേതസ മോദേന രാമനോടും സഖന്മാരുമായി കാമതൻ ഗോകുലം മേച്ചു വൃന്ദാവനെ ആമോദമോട് കുഴൽ വിളിച്ചിടിനാൻ. ഭഗവാൻ സന്തോഷമായിട്ട് നന്നായി ഓടക്കൊള്ളൂതി. ആനന്ദം ഉണ്ടായി. കാരണം ഭൂമിക്ക് സന്തോഷമായി, ജനങ്ങൾക്ക് സന്തോഷം വർദ്ധിച്ചു. ഭഗവാൻ അപ്പോൾ ആനന്ദമായി. അപ്പോൾ ഭഗവാൻ നന്നായി, നമുക്കറിയാം നമുക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ നന്നായി പ്രാർത്ഥിക്കാൻ പറ്റുമോ? മനസ്സിന് വിഷമമോ അല്ലെങ്കിൽ ശരീരത്തിന് എന്തെങ്കിലും ദുഃഖമോ ശരീരത്തിന് ക്ലേശങ്ങളോ വന്നാൽ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? പക്ഷേ ഒക്കും എപ്പോഴാ നമ്മൾ ആത്മാവിൽ നിറഞ്ഞൊരു ദൈവമക്കളാണെങ്കിൽ ഒരു തടസ്സവും അതിന് വരത്തില്ല. ഏത് ദുഃഖം വന്നാലും നമുക്കത് ദുഃഖമല്ല, ദുഃഖത്തിൽ ദുഃഖിക്കത്തില്ല, സന്തോഷത്തിൽ സന്തോഷിക്കുകയുമില്ല. പ്രാർത്ഥനാ സമയത്ത് ആനന്ദം ഉണ്ടാകും. അത് ഭഗവാനും അവരോട് നന്നായി ഓടക്കൊള്ളൂതി. ഗോകുല കാമിനിമാർ അത് കേൾക്കയാൽ ഗോകുല മന്ദിരേ നിന്ന് ചൊന്നാരവർ ശോകഭാവേന മദനമാലേൽക്കയാൽ പീലിയോടും നല്ല കാർകൂന്തലും കെട്ടി ബാലമുഖം മൃദു മന്ദഹാസാഭയും നല്ല വനമാലകളും അണിഞ്ഞ അതികല്യാണ രൂപൻ കരത്തിൽ കുഴലുമായി.
മെല്ലെ പശുക്കളുമായി നടന്നിടുന്ന മല്ല വിലോചനൻ തന്നെ പിരിഞ്ഞൊരു തെല്ലും വസിപ്പാൻ ഒരുത്തർക്ക് തോന്നുമോ? ഭഗവാൻ ഇങ്ങനെ ഓടക്കുള്ളൊക്കെ വിളിച്ചപ്പോൾ ഗോകുലത്തിലെ കാമിനിമാർ ഭഗവാനെ സ്നേഹിക്കുന്ന ദൈവമക്കൾ അത് കേട്ടിട്ട് അവിടെ എല്ലാവർക്കും സന്തോഷമായിട്ട് പീലിയോടും നല്ല കാർകൂന്തലൊക്കെ കെട്ടി ബാലമുഖം മന്ദഹാസാഭയൊക്കെ ചെയ്ത് നല്ല വനമാലകളെ കെട്ടി കല്യാണ രൂപൻ്റെ കരത്തിൽ കുഴലുമായി മെല്ലെ പശുക്കളുമായി നടന്നിടുന്ന മല്ലവിലോചൻ തന്നെ ഇങ്ങനെയുള്ള ഭഗവാൻ പരമാത്മാവിനെ പിരിഞ്ഞ് തെല്ലും അല്പം പോലും വസിപ്പാൻ ആർക്കെങ്കിലും കഴിയുമോ തോന്നുമോ? ഇങ്ങനെയുള്ള ഭഗവാനെ ആർക്കെങ്കിലും ഒരു നേരമെങ്കിലും കാണാതിരിക്കാൻ പറ്റുമോ? കണ്ണുകൾക്കുള്ള ഫലം വേണമെങ്കിലോ കണ്ണനെ കാണാതെ വന്നുകൂടാ ദൃഢം. നമ്മളെ കണ്ണിന് നന്നായി ആനന്ദം വരണമെങ്കിൽ ഭഗവാനെ കണ്ടുകൊണ്ടിരിക്കണം. കാനനവാസികൾ നേത്രഫലങ്ങളെ കാനനെ കൃഷ്ണനെ കണ്ടു സാധിക്കുന്നു. വനത്തിൽ കഴിയുന്ന കാനനവാസികൾ കാനനത്തിലെ വാസികൾ, അവിടെ മൃഗങ്ങൾ, എന്തെല്ലാം രീതിയിലുള്ള മൃഗങ്ങൾ, ഇതെല്ലാം ഭഗവാനെ കണ്ട് ആനന്ദിക്കുകയാണ്. അതുകൊണ്ട് കാനനവാസികൾ നേത്രഫലങ്ങളെ അവരുടെ നേത്രം അവർക്ക് നല്ല ഫലങ്ങളെ ഈ കാനനെ കൃഷ്ണനെ കണ്ട് സാധിക്കുന്നു. ഭഗവാൻ എപ്പോഴും വനത്തിൽ ചെല്ലുന്നതുകൊണ്ട് കാനനത്തിൽ വസിക്കുന്ന അവിടുത്തെ കാനനവാസികളും മൃഗങ്ങളും അവിടേക്കുള്ള മറ്റ് മൃഗങ്ങൾ എല്ലാവർക്കും സന്തോഷമുണ്ട്. സ്വർലോക നാരികൾ കണ്ട് സാധിക്കുന്നിതിൽ ഇല്ലൊരു സംശയം തെല്ലും ഇതിന്നിഹ. സ്വർലോക നാരികൾ, ഈ ദേവസ്ത്രീകളും കണ്ട് സാധിക്കുന്നതില്ല ഒരു സംശയവും തെല്ലും അതിന്നിഹ. അവരും ഇത് തന്നെയാണ്. നല്ല തൃണഫലമൂല ജലങ്ങളും നല്ല പുഷ്പങ്ങൾ തളിരും ദലങ്ങളും സ്വച്ഛങ്ങളാം കന്തരങ്ങൾ ശിലകളും ഇച്ഛിച്ച പോലെ കൊടുത്തു വൃന്ദാവനം വച്ചു പൂജിക്കുന്നു കൃഷ്ണനെ നിത്യവും നിശ്ചല ഭാഗ്യമായി വന്നു വൃന്ദാവനം. അപ്പോൾ വൃന്ദാവനത്തിൽ ഇതെല്ലാം വന്നപ്പോൾ ഈ എല്ലാവരും പുഷ്പങ്ങളും തളിരും ദലങ്ങളും തൃണപുല്ലുകളും ഇതെല്ലാം എന്ത് ചെയ്യുന്നു? ഇച്ഛിച്ച പോലെ വൃന്ദാവനം കൊടുക്കുന്നു. എല്ലാവർക്കും പശുക്കൾക്ക് വേണ്ടുന്ന പശുക്കൾക്ക് പുല്ല്, ജനങ്ങൾക്ക് വേണ്ടുന്ന എന്തെല്ലാം ഉണ്ടോ അതെല്ലാം, കൃഷി സാധനങ്ങൾ, വനത്തിൽ താമസിക്കുന്ന മറ്റ് മൃഗങ്ങൾക്ക് എന്താ വേണ്ടേ എല്ലാവർക്കും വേണ്ടതൊക്കെ കൊടുക്കുന്ന. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യുന്നു? ഇച്ഛിച്ച പോലെ കൊടുത്ത് വൃന്ദാവനം വച്ച് പൂജിക്കുന്നു. ആര്യ ഭഗവാനെ നിത്യവും നിശ്ചല ഭാഗ്യമായി വന്ന് വൃന്ദാവനം. എപ്പോഴും അങ്ങനെയുള്ള ഭഗവാനെ നമ്മൾ മനസ്സിൽ എപ്പോഴും ധ്യാനിക്കണം. കാട്ടിലിരിക്കുന്ന കാട്ടാള നാരികൾ ശ്രേഷ്ഠരാം കൃഷ്ണരാമന്മാരുടെ നല്ല കാൽപ്പൊടി വാരി കുശങ്ങൾ തോറും ചേർത്ത് സ്വാത്മനി മാരതാപങ്ങൾ ഒഴിക്കുന്നു. കാട്ടിലിരിക്കുന്ന കാട്ടാള നാരികളൊക്കെ ശ്രേഷ്ഠനായിരിക്കുന്ന ഭഗവാന്റെയും രാമൻ്റെയും കാല് നടക്കുന്ന പൊടികൾ വാരി കുശങ്ങൾ തോറും മാറിൽ മുലകൾ തോറും ചേർത്ത് സ്വാത്മനി മാരതാപങ്ങൾ ഒഴിക്കുന്നു. അവർ സന്തോഷമായിട്ട് ഭഗവാന്റെ കാലിൽ ചവിട്ടുന്ന ആ പൊടികൾ വാരി മാറിലെല്ലാം അവരങ്ങനെ അണിയുന്നു. ഏവം പറഞ്ഞു സദാ കൃഷ്ണരൂപം അങ്ങ് ആവോളമോർത്ത് ഭജിക്കുന്ന ഗോപികൾ യോഗ മഹാവൈഭവം പരമാനന്ദ യോഗ സാധ്യം വരും കാലം അറിയടോ. അപ്പോൾ ഇങ്ങനെല്ലാം ഏവം പറഞ്ഞ് സദാ എപ്പോഴും കൃഷ്ണരൂപം ഭഗവാന്റെ രൂപം ആവോളം ആരാണിങ്ങനെ ഓർത്ത് ഭജിക്കുന്ന ഗോപികൾ, നമ്മളൊരു ഗോപികളാവണം. ഗോപികയോ ആവണം. ഇങ്ങനെയെല്ലാം ചെയ്യുന്നേ ഭഗവാൻ സദാ എപ്പോഴും ഭഗവാന് ആ കൃഷ്ണരൂപം ആവോളം നമ്മൾ ഭജിക്കണം. ഭഗവാന്റെ രൂപത്തെ ഓർത്ത് നമ്മൾ എത്രത്തോളം നമുക്ക് ഭജിക്കാം, സ്നേഹിക്കാം പ്രേമമാകുന്ന ഭക്തിയിൽ. അതുകൊണ്ട് ആരാണിങ്ങനെ ഓർത്ത് ഭജിക്കുന്ന ആ ഗോപികൾ യോഗ മഹാവൈഭവം. യോഗ മഹാവൈഭവം? ഭഗവാനോടുള്ള ചേർച്ച, ഭഗവാനുള്ള ചേർന്നിരിക്കുന്ന ആ ഒരു മഹാവൈഭവം പരമാനന്ദ യോഗ സാധ്യമാണത്. അത് പരമാനന്ദം. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈശ്വരനോട് ചേരുക. ഇതെല്ലാം ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം. ഭഗവാൻ ഈ ലോകത്ത് എന്തൊക്കെയാ കാട്ടിത്തരുന്നത് നമുക്ക്.